പ്രണയമാണെന്ന് ഞാൻ പറയില്ല, പിന്നെ ഉപദേശങ്ങളായിരുന്നു. ഞാൻ നേരെ അച്ഛനെ വിളിച്ച് പറയായത്, അച്ഛനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു. പെൺകുട്ടി പ്രപ്പോസ് ചെയ്തു. അച്ഛൻ ഒരു വലിയ സൈലൻസ് കഴിഞ്ഞിട്ട് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഗന്ധർവ സംഗീതത്തിന് കോട്ടയത്ത് മാമാപ്പിള ഹാളില് വന്നപ്പോ അച്ഛൻ വന്നിരുന്നല്ലോ. വന്നിരുന്നു. ആ കുട്ടിയല്ലേ അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ കാരണന്മാരൊക്കെ ഭയങ്കര പ്ലാനാണ്. എറണാകുളത്ത് പലയിടങ്ങളിലും ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഇല്ലേ, അവരെയൊക്കെ പറഞ്ഞു നിർത്തിയിരിക്കും. ജസ്റ്റ് കടവന്ത്ര ജംഗ്ഷൻ വരെ പോയി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ അല്ല, അവരത് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് എന്റെ ഏറ്റവും അടുത്ത്. എനിക്ക് പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. നമ്മുടെ ചില നിലപാടുകൾ നമ്മളാ നിലപാടിൽ നിന്ന് മാറില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുന്ന ഒരു പ്രകൃതി എനിക്കില്ല. അതാണ് ശരിയെന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ നിലപാടിലേക്ക് എത്തുക. ഒരു കലർപ്പുമില്ലാതെ ഞാൻ പറയാറുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, അത് ചിലപ്പോൾ ഒരുപക്ഷെ മാനേജ്മെൻറ്റ് പരിപാടികളൊക്കെ മനസ്സിലാക്കുന്ന കോർപ്പറേറ്റ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ പറയും അത് അങ്ങനെയല്ല വേണ്ടത്, നിങ്ങളുടെ പിടിപ്പുകേടാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് ഈ തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ചിലയിടങ്ങളിൽ എനിക്ക് ചില വളരെ വലിയ നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും അത് പറയാതിരിക്കുന്നത് കൊണ്ട് ബാക്കി എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരു പക്ഷേ അവൻ കൊള്ളാം എന്നായിരിക്കും പറയണ്ടാവും. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ശ്രീകാന്ത് മുരളിയും സംഗീത ശ്രീകാന്തും ആണ്. ഹലോ, നമസ്കാരം. രണ്ടുപേരും പച്ച കളറൊക്കെയാണല്ലോ. അയ്യോ, എന്ന് രണ്ടുപേരും വീട്ടിൽ നിന്നാണല്ലോ വന്നത്. അതല്ല, രണ്ട് മുറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പച്ചയിലായിരുന്നു. നിങ്ങളിപ്പോ പറഞ്ഞേ ഉള്ളൂ. ആണോ? ഭയങ്കര മനപ്പൊരുത്തല്ലേ, ഒരു രക്ഷയില്ല. എത്ര വർഷമായി ചേട്ടാ? 20 വർഷമായി. ഒന്ന് ആലോചിക്കേണ്ടി വന്നു. 20 സംതിങ് പറയാൻ പോയതാ. കറക്റ്റ് ആണോ? 2005 ജൂൺ 9 കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒരു എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്നത് നല്ലൊരു നടൻ എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറേ ബാക്കി എല്ലാവർക്കും അറിയാം നല്ലൊരു ആഡ് ഫിലിം മേക്കറാണ്, നല്ലൊരു ഡയറക്ടറാണ്, എന്നാൽ നല്ലൊരു കഥകളി ആർട്ടിസ്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് താങ്കളെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് അതൊക്കെ അറിയാം. ക്ലാസിക്കലായിട്ടുള്ള ഡാൻസിലായിക്കോട്ടെ, പാട്ടിലായിക്കോട്ടെ, ക്ലാസിക്കൽ ഫോംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. സംഗീതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു സിംഗറാണ്, ഡാൻസറാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ശരിക്കും വളരെ ടാലന്റഡുമാണ്. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസിന്റെ പിന്നിൽ എന്താണ്? ഈക്വലി സ്പേസ് കൊടുക്കൽ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നതാണ്. ഞാനും അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരുടെയും ഇനി അങ്ങോട്ടുള്ള കാലത്ത് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കി വരുന്നത് അതാണ്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈക്വലായിട്ട് സ്പേസ് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ രമ്യ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യമൊക്കെയാണ് എന്നെ അങ്ങനെ ആക്കിയത്. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ സംഗീതയുടെ ജീവിത സാഹചര്യങ്ങളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തി. സ്വാഭാവികമായിട്ടും ഞാൻ നാട്ടിൻപുറത്തുകാരനാണ്, വളരെ റിമോട്ടായിട്ട് വില്ലേജിലാണ്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും സംഗീതയുടെ ഫാമിലിയും ഒക്കെ അങ്ങനെ ഒരു ഷെയറിലുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ തുടക്കം മുതൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നല്ലല്ലോ. എല്ലാവർക്കും നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാട്ടൊക്കെ വരുമ്പോഴേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് വന്നാൽ ബാക്കിയൊക്കെ ഞാൻ മറക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിലും ഏറെക്കുറെ ഏതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളോ സിനിമകളെ കുറിച്ചോ, മോനും ഇപ്പോൾ +2 പഠിക്കുന്നു, അവനും നമ്മളെക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം ഡിസ്കഷൻസ് അങ്ങോട്ട് തിരിയും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിലേക്ക് അധികം പോവാതിരിക്കാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ. ഡിഫോൾട്ടി ആയിട്ട് മാധവൻ അവിടെ വരികയും അവൻ സംസാരിക്കുകയും ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മൂർധന്യാവസ്ഥയിലേക്ക് പോവാതെ അത് കുറച്ചും കൂടെ വേറെ ലെവലിലേക്ക് അങ്ങ് പോകും. പിന്നെ 20 വർഷമായില്ലേ ചേട്ടാ, കൊടുത്തും വാങ്ങി നിങ്ങൾ രണ്ടുപേരും ഒന്ന് സെറ്റിലായി, മൂർച്ചയൊക്കെ ഒന്ന് പോയി. ഇപ്പൊ ഇനി എന്തായാലും എന്താ, ഇത്രേ ഉള്ളൂ, പോയ ഇവിടം വരെയേ പോവുള്ളൂ. ആ രണ്ടുപേർക്കും അറിയാം ആ ഒരു ഇതിലേക്ക് എത്തി അല്ലേ, ഒരു സീസണിംഗിലേക്ക് എത്തി. സീസൺഡ് ആവാന്ന് പറയില്ലേ, സത്യം, അത് റിലേഷൻഷിപ്പിലും ബാധകമാണ്. അതെ, ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റുകള്, സക്സസ് എന്നൊക്കെ പറയുന്ന വാക്ക്
ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആ ട്രാവൽ ഉണ്ടല്ലോ, ആ ഒരു പോക്ക് എൻജോയ് ചെയ്യാൻ പറ്റലാണ് ഏറ്റവും വലിയ സക്സസ്. അത് ഒരുമിച്ചുള്ള യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അതാണ് സക്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരില്ല, നമുക്കറിയില്ല നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. എസ്പെഷ്യലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ യാത്ര എന്ന് പറയുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾ അതത് ആ മുമ്പിലേക്ക് വരുന്നതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയുണ്ട് സക്സസ്. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റ് അതൊക്കെയാണ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു സന്തോഷം. ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുന്നു നല്ലതായിട്ടുണ്ട് എന്ന് പറയുന്നു, സംഗീത പാടിയ പാട്ടിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സംഗീതമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു, അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം. നമ്മൾ സിനിമയിൽ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് പരിപാടികളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സംഗീതം എന്നോട് പറയുന്നു. അത്രയും ലളിതമല്ല കാര്യം. എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഒരു അങ്ങോട്ടും പൊതുവെ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതിലേക്കൊക്കെ നമ്മുടെ ഇത് ഡൈവേർട്ടായി പോകുന്നുണ്ട്. പ്രായത്തിൻ്റെയും ഒക്കെ ആയിരിക്കാം അത്. ഒരു സീസണിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കാര്യങ്ങളെ വേറൊരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അത് നമ്മുടെ റിലേഷൻഷിപ്പിലും അത് ബാധകമാണ്. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങളെയും കാണുന്നത്. പണ്ട് കണ്ട പോലെ അല്ലല്ലോ നമ്മൾ പലതിനെയും. അതിൻ്റെയും ഉണ്ട് പ്രായത്തിൻ്റെ ഒരു. നിങ്ങൾ പരസ്പരം പരാമർശിക്കാറുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടുപേരുടെ രണ്ട് തന്നെ വർക്കുകളല്ലേ? അപ്പൊ തിരിച്ചങ്ങോട്ട് ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴാണെങ്കിലും ചേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മേക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സംഗീതയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിമർശനം, അതെങ്ങനെയാണ്? അതുണ്ടോ? നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? നല്ലപോലെ ഉണ്ട്. ആണ്, അതേ ഉള്ളൂ. കുറ്റപ്പെടുത്തലാണ് രാവിലെ ആയാൽ. ആണോ? അല്ല, കോംപ്ലിമെന്റ് ചെയ്യലുണ്ട്. മറ്റേത് നന്നായിരുന്നു എന്നൊക്കെയുള്ള നമ്മൾ വളരെ ചെറിയ ചെറിയ ചില ജസ്റ്ററിലൊക്കെ ഇങ്ങനെയൊക്കെ ഒതുക്കുന്നത്. കുറ്റം പറയാൻ നമ്മൾ 2 പാരഗ്രാഫ് റെഡിയാക്കി വെച്ച് 2 പെട്ടിക്കകത്തുണ്ടാവും. ഭയങ്കര. പക്ഷെ അത് പറയുമ്പോ എങ്ങനെ സംഗീത ഒരു പറയുന്നതിന് എങ്ങനെ? ഈ ആദ്യം ഒന്ന് പറയും, ശ്രീകാന്തേട്ടൻ ശരിക്കും വീട്ടിലത്തെ ക്യാരക്ടർ എങ്ങനെ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാള്, അത്ര അഗ്രസീവ് ആയിട്ടുള്ള, ഇമോഷണലി നമ്മളെ തളർത്തുകയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ. ഇപ്പൊ പക്ഷെ ഞാൻ പരിചയപ്പെട്ട്, ഞാൻ നേരിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പോഴാദ്യമായിട്ടാണ്. സംസാരിക്കാൻ ഭയങ്കര സംസാരപ്രിയനാണ്. വീട്ടിലെ യഥാർത്ഥത്തിലുള്ള ഇദ്ദേഹത്തിന്റെ തനി സ്വരൂപം എങ്ങനെയാ? അത്ര സോഫ്റ്റ് അല്ല, മൈലറ്റ് ആണോ? നമ്മുടെ വീട്ടിലല്ലേ. ഞങ്ങൾക്ക് അത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ കണ്ടിരിക്കുന്ന ശ്രീകാന്ത് ചേട്ടൻ എന്തൊരു പാവാണ്. ഇത് പലരും ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാലോചിക്കും ആരെ കുറിച്ചാണ് പറയുന്നേ. എന്നാ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇദ്ദേഹം? അല്ല, അങ്ങനെയൊന്നുമല്ല. കുറച്ച് ടെമ്പറമെന്റ് ഒക്കെ കുറച്ച് പുറത്ത് അങ്ങനെ അല്ലാന്ന് എനിക്ക് അറിയാം. പക്ഷെ വീട്ടിലല്ലേ അങ്ങനെ പറ്റൂ. സത്യം, വീട്ടിലല്ലേ നമ്മുടെ സെൽഫ് നമ്മൾ പുറത്തെടുക്കുള്ളൂ. അപ്പൊ സംഗീതക്കാണ് എല്ലായിടത്തും എന്നുള്ളത് കിട്ടുക അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ കൂടെ എന്തുണ്ടെങ്കിലും നമുക്ക് വന്ന് വീഴും, അതാണ് അവസ്ഥ. അതാണ്. ഓക്കെ, അത് എന്താ പറയാ, സ്വാഭാവികം. അത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി. വീട്ടിൽ മാത്രല്ല കേട്ടോ, ആള് ഡിയർ ആയിട്ടുള്ള സ്പേസുകളിൽ, ഡിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒക്കെ ആ ഒരു സെൽഫ് പുറത്തേക്ക് എടുക്കുന്ന ഒരാളാണ്. അവിടെ ഒരിക്കലും ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പുള്ളി എന്താണോ അതല്ലാത്ത രീതിയിൽ നിൽക്കൂല. അങ്ങനെ നിൽക്കാത്തടുത്ത് അപ്പൊ നമുക്ക് മനസ്സിലാക്കിയാൽ മതി, ഓ ദേ ആർ ഡിയർ ടു ഹിം. അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ചേട്ടാ, അങ്ങനെയുള്ളപ്പം എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സുകൊണ്ടൊരു താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ അടുപ്പം തോന്നുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ എന്താണെന്ന് നമ്മൾ നിൽക്കുന്നത് അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചേട്ടനായിട്ട് നിന്നപ്പോൾ ആ റിലേഷൻ എന്തെങ്കിലും അവിടെ സ്പോയിലായി പോയ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടായി? നല്ല ചോദ്യം. ഒത്തിരി ബന്ധങ്ങൾ. ഒരുപാടോ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും എൻ്റെ സുഹൃത്തുക്കളെ അല്ല, അവരത് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അടുത്ത്. എനിക്ക് പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. നമ്മുടെ ചില നിലപാടുകൾ, നമ്മളാ നിലപാടിൽ നിന്ന് മാറില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുന്ന ഒരു പ്രകൃതി എനിക്കില്ല. അതാണ് ശരിയെന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ നിലപാടിലേക്ക് എത്തുക. എസ്പെഷ്യലി നമ്മളൊരു ഏതെങ്കിലും ഒരിടത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളല്ല. നമുക്കറിയാം നമ്മളുടെ കരിയറിലായാലും നമ്മൾ ഇടപെടുന്ന ഏരിയാസിലായാലും അത് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ചില പ്രദേശങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ഓരോ പ്രവൃത്തിയും കുറച്ചെങ്കിലും അനക്കം ആ ഇടത്ത് അതിനെ ബാധിക്കുന്നവർക്കെങ്കിലും അറിയാലോ. അപ്പം അത് ഇമ്പാക്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു കലർപ്പുമില്ലാതെ ഞാൻ പറയാറുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ മാനേജ്മെൻറ്റ്
പരിപാടികളൊക്കെ മനസ്സിലാക്കുന്ന കോർപ്പറേറ്റ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ പറയും അത് അങ്ങനെയല്ല വേണ്ടത്, നിങ്ങളുടെ പിടിപ്പുകേടാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് ഈ തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ചിലയിടങ്ങളിൽ എനിക്ക് ചില വളരെ വലിയ നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാടുണ്ടെന്നും ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുമല്ലോ, ഓക്കെ ഞാൻ ഇനി എൻ്റെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടും പിന്നെയും കൈവിട്ടു ഇല്ല, അങ്ങനെ ഒരു ചേഞ്ച് വരുന്നില്ല, വരാൻ താല്പര്യമില്ല. ഓക്കെ, ജെനുവിൻ ആയിട്ട് എന്താണോ ആള് അങ്ങനെ തന്നെ നിൽക്കാൻ അതിലൊരു ഉറപ്പ് നമുക്കുണ്ടല്ലോ. സംഗീത കൂടിയത് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം. ക്യാമറ റൂമിലാണല്ലോ ഇരിക്കണേ. അതെ, വീട്ടിൽ പറയാറുണ്ടോ സംഗീതം ഇതൊക്കെ? വീട്ടിലിരുന്ന് ഭാര്യനെ അപ്രീഷിയേറ്റ് ചെയ്യൂല? അല്ല തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പം സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ ഇരുന്ന് പറയണത് ഞങ്ങൾ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അല്ലാണ്ട് ഒരു തരത്തിലുള്ള കലർപ്പും അതിലില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് നമ്മൾ തിരുത്തുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു നിലപാട് അവിടെ നിൽക്കുകയും ഈ അപ്രോച്ചാണല്ലോ പ്രശ്നം. നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ ആ അവതരണത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേദനിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കാറൊന്നുമില്ല. ഞാൻ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ശത്രു ഞാൻ പറയാറുണ്ട് ഇത്തിരി ഡിപ്ലോമാറ്റിക്കായിട്ട് ഇത്തിരി ഡിപ്ലോമസി വേണം, കുറച്ചൊക്കെ വേണ്ടേ നമുക്ക്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ഇനി ശ്രമിക്കാം. അല്ല, പ്രത്യേകിച്ചും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടെടുത്തോളം എവിടെയാണെങ്കിലും അതെ, നമ്മൾ ഓഫീസിലാണെങ്കിലും കുറച്ചൊന്നും നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളെ കുറയ്ക്കാം, നമുക്ക് ആ ഒരു എനിമിറ്റി കുറയുമല്ലോ. പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയിൽ അത് വേണ്ടതല്ലേ. ഇപ്പൊ ഞാനത് പറഞ്ഞ ഒരു പക്ഷേ എന്നെ പോസ്റ്റ് ആക്കിയിട്ട് എൻ്റെ പുറകിൽ വളയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പറയാം, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഈ ശത്രു എന്നൊക്കെ പറയാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ഒരു പ്രത്യേക വൈബിലായിരിക്കും ചിലതൊക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് എപ്പോഴും ആ വൈബൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു വ്യക്തിയുമായിട്ട് ബന്ധം ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ടുണ്ടായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നമ്മളാരും ഓർക്കില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ അത് അവരുടെ ഷോയിൽ നിന്ന് കാണാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതായിരിക്കും ഒരു മാർഗം. പിന്നീട് എനിക്ക് അവരെ കാണുമ്പോൾ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വീണ്ടും അവരോട് പഴയ പോലെ തന്നെ പെരുമാറുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ കൃത്രിമമെന്നൊക്കെ പറയും, നമ്മൾ ഭയങ്കര ആർട്ടിഫിഷ്യലാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ആ ഇഷ്യൂ കഴിഞ്ഞു, അതിനെ വിട്ടു, പ്രസന്റ് ടെൻസിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ സമയം പോലും നമുക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പം ആ ടൈമിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രവർത്തികളെ ഒന്ന് കുറച്ചുകൂടെ ക്രമപ്പെടുത്തുക. നമുക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റം ഉണ്ടാക്കാൻ പറ്റും നമുക്കാണ്, അല്ലാണ്ട് മറ്റൊന്നിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിലാണ് വിശ്വാസം എന്ന് കരുതിയിട്ട് ശരിയാണെന്ന് നമുക്ക് വളരെ ഉറപ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിലുള്ള ആ സാഹചര്യമൊക്കെ എനിക്കിപ്പോൾ പലപ്പോഴും ഭയങ്കര മണ്ടത്തരാൻ തോന്നിയിട്ട് നമ്മളത് പറയും. അത് പറയാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ബാക്കി എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരു പക്ഷേ അവൻ കൊള്ളാം എന്നായിരിക്കും പറയണ്ടാവും. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അത്യാവശ്യം ആലോചിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളും ആലോചിക്കൂ എന്നാണ് ഞാൻ പറയാറ്. അതുകൊണ്ടും ചില പ്രശ്നങ്ങളുണ്ട്. അവർ പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്കും അപ്പം ഞാൻ അവരോട് പറയും, ഈ അഭിനയം അത്യാവശ്യം ഞാൻ ഇപ്പുറത്ത് സിനിമയിലും ആയിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ അഭിനയിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് പതിവ്. മറ്റുള്ളവരുടെ മുഖസ്തുതി ചേട്ടൻ ആഗ്രഹിക്കുന്നതേ ഇല്ല അല്ലേ? ജെനുവിനായിട്ട് സത്യത്തോടെ നിൽക്കുക. അല്ല, കോംപ്ലിമെന്റുകൾ അതൊക്കെ സത്യസന്ധമായിട്ട് പറയണ്ടേ. കോംപ്ലിമെന്റ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമ്മളെല്ലാം ചെയ്യുന്നത് ഒരാളുടെ കയ്യടി കിട്ടാനാണ്. അപ്പൊ അതൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന ആരാണ് കയ്യടിക്കുന്നതെന്ന് നോക്കും. അവരെ കൂടി ഒന്ന് നോക്കും, ആരാണ് കൈയടിക്കുന്നത്, ആരാണ് ഞാൻ പറയുന്നതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിനെ കുറിച്ച് അവരെ കൂടി അറിഞ്ഞിട്ട് ആ കയ്യടിയുടെ ഒരു വാല്യൂ ഞാൻ മനസ്സിൽ സൂക്ഷിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാട്ടോ ഇത് ലാംഗ്വേജ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത് മനസ്സിൽ തന്നെ കിടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയധികം ജെനുവിനായിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം കൂരയ്ക്കുള്ളിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവവും രീതിയും ഒക്കെ സംഗീതം, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നില്ലേ? അല്ലേ? അപ്പം അത് അറിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആണല്ലേ, നമുക്ക് അതിലേക്ക് ആ സമയത്താണ് ഞാൻ രമ്യയും പരിചയപ്പെടുന്നത്. കൈരളി ടിവിയിൽ രമ്യ ഉള്ള സമയത്താണ് ഞങ്ങളുടെ പ്രണയം നടക്കുന്നത്. പ്രണയം എന്നാണ് അതിന് പറയേണ്ടതെന്ന് അറിയില്ല. ഗന്ധർവ സംഗീതത്തിന് സംഗീത മത്സരിക്കാൻ വന്നതല്ലേ 2002. അപ്പൊ എത്ര നാള് പ്രണയിച്ചിരുന്നു? 3 വർഷം. പ്രണയമാണെന്ന് ഞാൻ പറയില്ല, പിന്നെ ഉപദേശങ്ങളായിരുന്നു. ഞാൻ നേരെ അച്ഛനെ വിളിച്ച് പറയായത്, അച്ഛനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തു. അച്ഛൻ ഒരു വലിയ സൈലൻസ് കഴിഞ്ഞിട്ട് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഗന്ധർവ സംഗീതത്തിന്
കോട്ടയത്ത് മാർമാപ്പിള ഹാളിൽ വന്നപ്പോൾ അച്ഛൻ വന്നിരുന്നല്ലോ. വന്നിരുന്നു. ആ കുട്ടിയല്ലേ എന്ന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ. അപ്പോഴാണ് നമ്മൾ കാരണന്മാരൊക്കെ ഭയങ്കര പ്ലാൻഡാണ്. നമ്മുടെ ഒരു യാത്രയുണ്ടല്ലോ, നമ്മുടെ കോളേജ് ലൈഫുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്ത കാലം. അപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള പ്രണയങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ തോന്നിയ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ്റെ പിന്നാലെ പോവുക. ഞാൻ പ്രിയദർശൻ സാറിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്ന 96-ലാണ്. സംഗീതം ഞാൻ കാണുന്നത് 2002-ലാണ്. അപ്പോൾ ഈ ഇതിനിടയ്ക്കുള്ള എൻ്റെ ട്രാവലുണ്ട്. ഞാൻ മദ്രാസിലും ബോംബെയിലും ഒക്കെ ആയിരുന്നു. ഹിന്ദി ഫിലിം സ്റ്റാർസിൻ്റെ കൂടുതലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് സിനിമയിലും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ധാരാളം ആൾക്കാരെ, ആണും പെണ്ണുമായ ധാരാളം പേരെ നമ്മൾ കാണുകയും നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ മാറുകയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് വേറെയായിരുന്നു, എൻ്റെ ഒരു കാഴ്ച വേറെയായിരുന്നു. ആ കാഴ്ചയ്ക്ക് എനിക്ക് പ്രതീക്ഷയില്ല. ഒരു 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 സെൻറ്റ് റേസിയൻ ഒരു കുട്ടി വന്ന് നമ്മളെ വിളിച്ച് നമ്മളോട് സംസാരിക്കും എന്നൊക്കെയുള്ള. സംഗീതയ്ക്കും പേടിയുണ്ട്, എനിക്കതറിയാം. ഫോണിൽ സംസാരിക്കുമ്പോൾ സംഗീതയും ഭയന്നിട്ടാണ് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. അത് പക്ഷേ സംഗീതയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ സുഹൃത്തുക്കളാണ് പറഞ്ഞത്, അത് അവരൊക്കെ ഒരാളുടെ അടുത്ത് ഇഷ്ടം പറയാനെന്നുള്ള ഒരു ധൈര്യം ഒന്നും ആയിരുന്നില്ല. ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വളർന്നൊരു കുട്ടിയാ. എപ്പോഴും അമ്മ, അച്ഛൻ, അമ്മ കൂടെ കാണും, എപ്പോഴും ഭയങ്കര. അപ്പൊ ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്ന ആ പ്രായത്തിൽ നമുക്ക് തോന്നുമല്ലോ, ഇഷ്ടം, പ്രേമം തോന്നാ, പ്രണയം തോന്നുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരാളുടെ അടുത്ത് പറയാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്റെ ഫ്രണ്ട്സിനറിയാം. അപ്പൊ അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവരാണ് പറഞ്ഞത്. എന്താണ് ഈ മനുഷ്യനിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എന്താണ്? യു സെഡ് ഇറ്റ്, മെച്യൂരിറ്റി. ആണോ? അതായിരുന്നോ കവിഞ്ഞ ഒരു മെച്യൂരിറ്റി ഇപ്പോഴും ഉണ്ട്. അതൊന്നും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അത് തന്നെയായിരിക്കും അദ്ദേഹത്തെ കൂടുതൽ മെച്യൂർഡ് ആക്കിയിട്ടുണ്ടാവുക. അതാണ് സംഗീതയ്ക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഈ ഉപദേശങ്ങളൊക്കെ ഞാനും എൻജോയ് ചെയ്യായിരുന്നു. ആണോ? അപ്പൊ ഒരുപാട് നിങ്ങളുടെ ആ ഒരു പ്രേമിക്കുന്ന സമയത്തായിക്കോട്ടെ, ലൈഫിലേക്ക് വന്നപ്പോഴായിക്കോട്ടെ, ഒന്നാമത് ഉപദേശ കമ്മിറ്റിയുടെ പ്രസിഡന്റാ. അപ്പൊ പിന്നെ ഉപദേശം എപ്പോഴും സമയമൊന്നും പറയല്ലേ. അത് നമ്മൾ ആ ഒരു വൈഫിലൊക്കെ പറഞ്ഞതാണ്. അല്ല, അങ്ങനെ ഇരുന്നപ്പോഴേ അല്ല എപ്പോഴെങ്കിലും ഈ ചേട്ടന്റെ എപ്പോഴും ഉപദേശമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാനത് എൻജോയ് ചെയ്യായിരുന്നു സത്യമായിട്ടും. ഞാനും മേ ബി പ്രണയത്തിനൊക്കെ ആ രീതിയിൽ അന്ന് കണ്ടു തുടങ്ങിയത്. ഞാൻ വളരെ ഫാന്റസൈസ്ഡ് ആയിട്ട് ജീവിതത്തെ കാണുന്ന ഒരാളായിരുന്നു. എനിക്ക് ഈ പ്രേമം, പ്രണയം ഈ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചോക്ലേറ്റ് പ്രണയങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞു. എനിക്ക് എന്താന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു നിമിത്തങ്ങളായിരിക്കാം. എൻ്റെ ആ വക എല്ലാ ഫാന്റസീസിനെയും തകിടം മറിച്ച ഒരാളാണ് ആള്. അങ്ങനെ തെരേസ്യൻ കുട്ടീനെ മൊത്തത്തിൽ അന്ന് ഉപദേശിച്ച്, അതായത് സംഭവം നമ്മൾ മുമ്പിൽ കണ്ടത് റിയാലിറ്റീസ് ആണല്ലോ. അപ്പം ആ റിയാലിറ്റീസ് ആണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം സംഗീതയും ഈ പറയുന്ന ഫാന്റസി വേൾഡ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങ് ബലൂൺ പോലെ പൊങ്ങി നമ്മൾ പിടിച്ച് ഗ്രൗണ്ടഡ് ആക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഗീതം പറയുമ്പോഴാണ് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ ആ യാത്ര പോയതിനു ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. പുതിയ കാര്യങ്ങളാണ് പറയാം, അത് ഓരോ സ്റ്റേജിലും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ രസമുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാം എന്താ പറയാ, ആ ഡിസ്കഷൻസ് ഒക്കെ വളരെ ഹെൽത്തിയും അതിലൊന്നും ഒരു തരത്തിലും ഒരു ഹിഡൻ അജണ്ടകളൊന്നും ഇല്ലാതെയായിരുന്നു എല്ലാ കോൺവെർസേഷൻസ് നടന്നത്. അപ്പോൾ ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പരിപാടി. ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഒരുപക്ഷെ എത്രമാത്രം എനിക്ക് എൻ്റെ മൊബൈൽ സംഗീതയിലേക്ക് കൊടുത്തിട്ട് എനിക്ക് എവിടെ വേണേൽ പോവാം. സംഗീതയുടെ മൊബൈൽ എൻ്റെ തന്നിട്ട് പോവാം. ഞാനിപ്പം ഏറ്റവും ശ്ലോകത്തിൽ കഴിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ചേട്ടാ. റിലേഷൻഷിപ്പിൽ മാക്സിമം നമ്മൾ എത്രത്തോളം നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആയിട്ട്. നോ വണ്ടർ. അത് തന്നെയാണ് അപ്പൊ ഏറ്റവും വലിയൊരു സക്സസ് പോയിന്റ് നിങ്ങളുടെ ഈ ഒരു 20 വർഷത്തിലുള്ള ഏറ്റവും നല്ലൊരു മ്യൂച്വൽ റെസ്പെക്റ്റും. അല്ല, അത് പറയുമ്പോഴും രമ്യ നേരത്തെ പറഞ്ഞു, കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പണിയുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് വളരെ അപ്പോൾ നമ്മൾ മനസ്സിലാലോചിക്കും അത് സെറ്റിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ പലപ്പോഴും രമ്യ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്കൊക്കെ ധാരണ ഞാൻ ഭയങ്കര പക്വത ഒന്നുമില്ല. ഞാനാണ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാറ്. കാരണം എപ്പോഴും ആണുങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. അത് വളരെ സത്യമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് അതൊക്കെ വളരെ ലേറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളങ്ങനെ അല്ല അതിനെ കാണേണ്ടത്, നമ്മൾ വേറെ രീതിയിലാണ് കാണേണ്ടതെന്നൊക്കെ പിന്നീടാണ് നമുക്ക് പിടി കിട്ടുക.
അത് ശരിക്കും എനിക്കൊരു നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു അത്. ഒരു പക്ഷേ അതാണ് അത് മനസ്സിലാക്കുക. പിന്നെ ഓഫ് കോഴ്സ് സംഗീതയുടെ ട്രോമാസ് ഉണ്ട്, ഡിപ്രഷൻസ് ഉണ്ട്, പെൺകുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ലേറ്റായി. അതിനൊക്കെ വലിയ സങ്കടമുണ്ട് അത് പറയുമ്പോൾ. അതായത് നമ്മളുടെ ഒരു ഫാമിലിയുടെ ഒരു സ്വഭാവമൊക്കെ ഞാൻ അതാണ് ആലോചിച്ചത്. ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിമാരും, എനിക്ക് 2 ചേച്ചിമാരുണ്ട്, എൻ്റെ ചേച്ചിമാരെയും പിന്നെ എൻ്റെ അച്ഛനെ 7 സിസ്റ്റേഴ്സായിരുന്നു. അവരൊക്കെ ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് 10-12 കുട്ടികളാണ് ഓരോരുത്തർക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഞൊടിച്ചാൽ ഒരു 300 പേര് ഇപ്പോഴും വരുന്ന ഒരു വലിയ കുടുംബത്തിലങ്കാൻ ഞാൻ. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, സത്യമായിട്ടും അവിടെ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ സംഗീതയുടെ ഒപ്പം ഇരുന്ന സമയങ്ങളിൽ പെൺകുട്ടികളെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സോറി ഫിഗർ ആയിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇങ്ങനെയല്ലല്ലോ. കമ്പാരിസൺ, കാരണം നമ്മൾ കണ്ടു വളർന്നതും ഒക്കെ വേറെ തന്നെയാണ്. തൊട്ടടുത്ത റിയൽ ലൈഫിൽ ഒരാളുടെ കാണുമ്പോൾ ഇതൊക്കെ ചുമ്മാ അത് ആദ്യമേ ചിലപ്പം ചേട്ടന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അവിടെ ഒന്നും ഇല്ലാത്തത് നിനക്ക് മാത്രമുള്ള ഇത്ര ഡ്രാമ. ഇതായിരുന്നു പ്രധാന ചോദ്യം. കൺഫ്യൂസിങ് ഇറ്റ്. അതായത് വളരെ രസമായിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത് നന്നായി. നമ്മൾ സിനിമയെക്കുറിച്ച് പറയുന്ന വിചാരിച്ചാൽ തുടങ്ങിയത്. പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഈ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ അപകടവും അതാണ്. വളരെ നിരാലംബരായിട്ട് ഇപ്പോഴും ആ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവത്തെക്കുറിച്ച് സങ്കല്പം. ഇതൊക്കെ പുറത്ത് പറച്ചിലേ ഉള്ളൂ. പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് സംഗീത ഇൻഡിപെൻഡൻ്റ് ആവുന്നത് കാണാനാണ്. സംഗീത ഒരു കാർ ഓടിച്ച് പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ സംഗീത വണ്ടി ഓടിച്ച് സംഗീതം ബലമായിട്ട് നിർബന്ധിച്ച് മൂവാറ്റുപുഴയിൽ കൊണ്ടുപോയി ലൈസൻസ് എടുക്കുമ്പോൾ സംഗീത ഫസ്റ്റ് ടെസ്റ്റ് തന്നെ സംഗീത എടുത്തു. ഞാൻ സെക്കൻഡ് ടെസ്റ്റിലാണ് എടുത്തത്. അപ്പോൾ അവിടെ ഞാൻ സീരിയസ്ലി ഞാൻ എന്ന് പറയുമ്പം അത് അഹങ്കാരമായിട്ട് ആൾക്കാർ പറഞ്ഞാൽ പോലും സംഗീതത്തെ കൂടുതൽ സന്തോഷിച്ച് ഞാനാണ്. കാരണം എനിക്ക് കീ കൊടുത്തിട്ട് പോവാം, എനിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങാം. മോൻ്റെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ സംഗീത എനിക്കുള്ള അതേ റെസ്പോൺസിബിലിറ്റിയിൽ സംഗീതയുടെ ഉണ്ടാവുന്നുണ്ട്. ഒരു മൊബിലിറ്റി, ഒരു വലിയ ഇൻഡിപെൻഡൻസ് ആണ്. ഒരു സ്വയമായി ഡ്രൈവ് ചെയ്ത് അത് ജീവിതത്തിലേക്കുള്ള ഡ്രൈവിംഗ് ആണ്. അങ്ങനെ ഓരോന്നും പരസ്പരം പലയിടത്തും ഇനി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് സംഗീകരിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ പരിപാടി ചെയ്യാറുണ്ട്, തിരിച്ചിങ്ങോട്ടും. പിന്നെ ജീവിക്കണ്ടേ നമ്മൾ ഈ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പം അല്ലേ, നമ്മൾ സക്സസിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോഴും അത്തരത്തിലായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫാമിലിയുടെ പാസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടന്ന ട്രഡീഷണൽ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻസ് നമ്മൾ മാക്സിമം ചുരുക്കിയിട്ട് മുമ്പോട്ടുള്ള ജീവിതത്തെ കുറിച്ചിട്ട് എങ്ങനെ ചിന്തിക്കാം, യെസ്, അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടില്ല. അല്ല, ഇദ്ദേഹത്തെ ഇങ്ങനെ ചുണ്ടി പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ആരാ അപ്പൊ കോംപ്രമൈസ് ചെയ്യണതും അല്ലെങ്കിൽ എങ്ങനെയാണത് സിറ്റുവേഷൻ കൂൾ ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാള് പൊട്ടുമ്പോ കൂടെ മറ്റേ പൊട്ടുവാണോ? പൊട്ടും, അതെന്റെ മൂഡ് അനുസരിച്ചിരിക്കും. ഇടയ്ക്ക് ഐ ബി സൈലന്റ്, വളരെ മെച്ചുവേർഡ് ആയിട്ട് ഞാൻ അതിനെ എടുക്കും. പക്ഷെ ഞാൻ എങ്ങാനും വേറെ മൂഡ് ആണെങ്കിൽ 8 മണിയായിരിക്കും അവിടെ. 2-3 കൊല്ലായിട്ട് അങ്ങോട്ടും കരയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. വണ്ടി എടുത്തത് മുതല് എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തായിരിക്കും എന്നെ വഴക്ക് വരരുത്. എറണാകുളത്ത് പലയിടങ്ങളിലും ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഇല്ലേ, അവരെയൊക്കെ പറഞ്ഞു നിർത്തിയിരിക്കും. ജസ്റ്റ് കടവന്ത്ര ജംഗ്ഷൻ വരെ പോയാൽ അതുകൊണ്ട് കൂടുതൽ നാളെ ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റില്ല, ഉടനെ കരയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ കുറച്ചൊന്ന് കുറയും, കരഞ്ഞു തുടങ്ങുമ്പോ പതുക്കുന്നു. സീരിയസ്ലി ഇതൊക്കെയാണ് തമാശകൾ, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസും അതായത് കടിച്ചു കീറി ഇനി അങ്ങോട്ടില്ല എന്നൊക്കെ പറയുന്ന പരിപാടികളും കുറച്ച് കഴിയുമ്പോൾ മാറിയിട്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ ഇവിടെ കടിച്ചു കീറാൻ നിൽക്കുമ്പോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് സമരയാവും. ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ആണല്ലേ, ഇനി ഇങ്ങോട്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എന്നിട്ട് ആരാ തിരിച്ചു വിളിക്കുമോ അതോ തന്നെ വരുവാണോ? അതങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓക്കെ ആവുന്നത്. വലിയ ഫാക്ടർ ഉണ്ടല്ലോ, മാധവൻ എന്നൊരു ഫാക്ടർ അവിടെ ഉണ്ടല്ലോ, അതൊരു വലിയ ഫാക്ടർ അല്ലേ. നമ്മള് അവൻ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞു വരും, അവൻ ഭയങ്കര മിടുക്കനാ, ആ കുട്ടിക്കാലം മണി കണ്ടോണ്ടിരിക്കണം. അപ്പൊ അവൻ ഭയങ്കര രസമായിട്ട് അവൻ ചിരിക്കും, ആച്ചാ കഴിഞ്ഞെങ്കിൽ ഒന്നും വരാമെന്ന് ചോദിക്കും. അവന് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിലുള്ള സിനിമയുടെ ഇപ്പോൾ OTT സിനിമയുടെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തരും, മിണ്ടാണ്ട് കാണാൻ പറയും.
അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് കാണും, സംഗീത പുതുക്കെ ബാഗ് കേട്ടകത്ത് ഭയങ്കര രസമാണ് പരിപാടി. അയ്യോ, പെട്ടി വായിക്കാൻ തിരിച്ചു വരാം. സ്ഥിരമായിട്ടൊരു പെട്ടി വായിക്കാൻ വെച്ചിരിക്കുകയാണോ? അല്ല, പെട്ടി പാക്ക് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ലെങ്കിലും ഉണ്ടല്ലോ, ഒരു ബാഗ് എടുത്തങ്ങോട്ട് പോവാലോ. അതെ, മനസ്സിലായി. ഞാൻ ഇനി വരുന്നില്ല നിങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇനി ഇല്ല, എന്നെ ഇനി നിങ്ങള്. പക്ഷെ എപ്പോഴും കോംപ്രമൈസിന് ശ്രീകാന്തേട്ട എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുക്കാറുള്ളത്. അപ്പൊ സോറി എന്നൊരു വാക്കുണ്ടല്ലോ നമ്മളപ്പോ, അയ്യോ അത് പറയാനുള്ള മടിയില്ല, ഞാൻ തൊഴുത് പിടിക്കും. സോറി മാത്രല്ല, ദേവതേ, അങ്ങനെ ഒരു ഇതുപോലും ചിലപ്പോ ഉണ്ടാവാറില്ല ഈ സോൾ വാക്കൽ പരിപാടി. കൊറേ നേരം കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയേണ്ടി, എന്തെങ്കിലും കാര്യം പറയേണ്ടി വരും. അതങ്ങോട്ട് പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് പറയും, പിന്നെ അതങ്ങ് ഐസ് ബ്രേക്ക് ആവും. പിന്നെ അതങ്ങ് പൊയ്ക്കോളും. അതെ, സോറി പറയലൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശ്രീകാന്തേട്ടൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞു. ഇനി സംഗീതം എന്ന് പറയണേ, എനിക്കറിയുമ്പോ നല്ലൊരു സിംഗറാണ്, നല്ലൊരു പെർഫോമർ ആണ്, ഡാൻസർ ആണ്. ശരിക്കും അപ്പൊ സംഗീതം എന്താണ് ഈ ക്യാരക്ടർ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.